നമസ്കാരം. നമുക്ക് വളരെ ഈസിയായി HSA മലയാളം എങ്ങനെ നേടാം എന്ന് നോക്കാം. ഇപ്പോൾ HSA മലയാളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അതിൻ്റെ സിലബസുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏറെ ലളിതമായി കൃത്യമായി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് HSA എന്ന് പറയുന്ന എക്സാം. നമുക്കറിയാം അതിന് എന്തൊക്കെ യോഗ്യതകളാണ് ഒരു HSA പരീക്ഷ എഴുതേണ്ട മത്സരാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം. HSAയുടെ മലയാളം, HSA മലയാളം അത് ഇന്ന് അറിയപ്പെടുന്ന പേര് നമുക്കറിയാം HST മലയാളം എന്നാണ്. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്ന ആദ്യകാലത്ത് വിളിച്ചിരുന്ന HSA ഇന്ന് ഹൈസ്കൂൾ ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഹൈസ്കൂൾ HSA ഹൈസ്കൂൾ ടീച്ചർ എന്നായി, HST എന്നായി മാറി HSA. അപ്പോൾ ഒരു HST അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവാൻ എന്തെല്ലാം യോഗ്യതകളാണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മളിവിടെ കണ്ടത്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി, ബിരുദവും BEdുമാണ് അടിസ്ഥാന യോഗ്യതയായി പറയുന്നത്. ബിരുദവും BEdും കേട്ടറ്റ് കാറ്റഗറി 3യും ഉള്ള ഒരു മത്സരാർത്ഥിക്ക് ഹൈസ്കൂൾ ടീച്ചർ ആവാൻ സാധിക്കും. കൂടാതെ PG, BEd ബിരുദാനന്തര ബിരുദവും BEഡും സെറ്റ്, നെറ്റ്, MEd തുടങ്ങിയ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിക്കും HSA മലയാളം പരീക്ഷ എഴുതാവുന്നതാണ്. വലിയൊരു സാലറി സ്കെയിൽ തന്നെയാണ് HSA മലയാളത്തിനുള്ളത്. 41,300 മുതൽ 87,000 വരെ ആണ് ഇതിൻ്റെ സാലറി സ്കെയിൽ. അപ്പോൾ കൃത്യമായി HSA മലയാളത്തിൻ്റെ സിലബസ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 2 പാർട്ടുകളിലായിട്ടാണ് HSA മലയാളം സിലബസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മലയാളത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് A ആണ്. പാർട്ട് A 20 മാർക്കിനാണ് നമുക്ക് ചോദിക്കാറുള്ളത്. 80 മാർക്കിന് മലയാളം എന്നുള്ള മേഖലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ 80-ൽ 20 മാർക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സിലബസ് തന്നെയാണിത്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. മൊഡ്യൂൾ 1 പാർട്ട് 1 മൊഡ്യൂളിൽ നമുക്ക് നോക്കാം. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ 2 മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ 3 മേഖലകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ 20 മാർക്കിനാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഒഴുക്കൻ മട്ടിലൂടെയല്ല, ആധികാരികമായി ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. റിനൈസൻസ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാർ ചോദിക്കാം, സ്വാമി ദയാനന്ദ സരസ്വതി, ഇങ്ങനെയുള്ളവരുമൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സും ഒക്കെ നമുക്ക് വളരെ പ്രാധാന്യം തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി പാർട്ട് Bയിലാണ് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ നമുക്കുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിൽ മലയാള കവിത, പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്നാണ്. അപ്പോൾ പ്രാചീന കവിത മുതൽ, അപ്പോൾ അതായത് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു പാട്ട് പ്രസ്ഥാനം എന്താണ്, പാട്ട് എന്ന് നമുക്കറിയാം. പാട്ടിൻ്റെ ലക്ഷണം എന്താണെന്ന് അറിയാം. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നുള്ളതാണ് പാട്ടിന് ലക്ഷണം നിർദ്ദേശിക്കുന്നത്. പാട്ടിന് ലക്ഷണം നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പാട്ടുപ്രസ്ഥാനത്തിലുണ്ടായ ആദ്യ കൃതി ഏതാണ്? പാട്ടുപ്രസ്ഥാനത്തിലുള്ള മറ്റു കൃതികൾ ഏതാണ്? നിരണം കൃതികൾ ഏതെല്ലാമാണ്? നിരണം കവികൾ ആരെല്ലാമാണ്? തിരുനിഴൽമാല. പാട്ടിൻ്റെ നാടോടി സ്വഭാവവും തെക്കൻ പാട്ടും വടക്കൻ പാട്ടും എന്നുള്ളത്, അതിൽ നമുക്കറിയാം പല പാട്ടുകളുണ്ട് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും ആയി ബന്ധപ്പെട്ട്. പിന്നെ മണിപ്രവാള പ്രസ്ഥാനം, ലക്ഷണം, പ്രാചീന ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, മധ്യകാല ചമ്പുക്കൾ, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ഇവിടെയൊക്കെ നമ്മൾ പഠനം നടത്തേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇനി മലയാളത്തിലെ ആദ്യത്തെ ചമ്പു ഏതാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് എന്നുള്ളതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് ഈ കൃതിയെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി വരുന്നൊരു HSA നമുക്ക് ക്രാക്ക് ചെയ്യാൻ അനിവാര്യം. അപ്പോൾ നിങ്ങൾ ഒരു HSA
നേടണമെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രാചീന ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, മധ്യകാല ചമ്പുക്കൾ, ഗാഥ, കൃഷ്ണഗാഥ, ഭാരതം ഗാഥ, കിളിപ്പാട്ട്, കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട്. അല്ലേ, മലയാളത്തിൽ ആദ്യത്തെ വഞ്ചിപ്പാട്ട് നമുക്കറിയാം കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ രചിക്കാനുള്ള സാഹചര്യം എന്താണ്? ആരുടെ ആജ്ഞപ്രകാരമാണ് രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചിട്ടുള്ളത്? ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ അവിടെ തന്നെ കവിതയുമായി ബന്ധപ്പെട്ട കാൽപ്പനിക പൂർവഘട്ടമാണ് കൊടുങ്ങല്ലൂർ കളരി, വെൺമണി കവിതകൾ, കേരളവർമ്മ പ്രസ്ഥാനം, മഹാകാവ്യങ്ങൾ, സംസ്കൃത മഹാകാവ്യങ്ങളും മലയാള മഹാകാവ്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ചരിത്ര മഹാകാവ്യം ഏതാണ്? ഉള്ളൂരിൻ്റെ ഉമാകേരളം എന്നുള്ള മഹാകാവ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? മഹാകാവ്യം എഴുതാതെ മഹാകവിയായിട്ടുള്ളത് ആരാണ്? ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കാൽപ്പനികത കവിത്രയം. കാൽപ്പനിക കവിത്രയം, അല്ലേ? കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആധുനിക കവിത്രയം, പ്രാചീന കവിത്രയുണ്ട്. ഇടപ്പള്ളി, ചെങ്ങമ്പുഴ, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, വയലാർ, പി ഭാസ്കരൻ, ONV തുടങ്ങിയ സാഹിത്യ കവികളുടെ കൃതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കവികളാണ് എല്ലാവരും. ജി ശങ്കരക്കുറുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ പ്രസ്താവന തരത്തിലേക്കും ചോദ്യങ്ങൾ മാറുമ്പോൾ കൃത്യമായ ഒരു പരിശീലനം തന്നെ നമുക്ക് അനിവാര്യമാണ് എന്ന് തിരിച്ചറിയണം. ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ, NV കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, M ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വം. ആധുനിക ഉത്തരാധുനിക കവികൾ വരെ അവരുടെ കൃതികളും നമുക്ക് പരീക്ഷയ്ക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ കവിതാ സാഹിത്യ ചരിത്രവും ഓരോ കൃതികളെയും വളരെ വ്യക്തമായ രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതിനുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ ഉണ്ടാവാം. ഏറ്റവും പരിചയസമ്പന്നരായ അധ്യാപകരായിരിക്കാം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നല്ല ഒരു സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ മലയാള നോവലും ചെറുകഥയും ആദ്യകാല കൃതികൾ മുതൽ സമകാലിക കൃതികൾ വരെ എന്നുള്ളതാണ്. അപ്പോൾ നോവൽ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഏതൊക്കെയാണ് ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ? ചന്തുമേനോൻ്റെ ശ്രദ്ധേയങ്ങളായ നോവൽ ഏതൊക്കെയാണ്? ഈ നോവലിന് ഏതെല്ലാം തരത്തിലുള്ള പ്രത്യേകതകളാണുള്ളത്? ശാരദ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ആരാണ്? ശാരദ എന്ന നോവലിൻ്റെ ഇതിവൃത്ത ഘടന എന്താണ്? അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്ര പശ്ചാത്തലത്തിൽ CV രാമൻപിള്ള എഴുതിയ നോവലുകൾ ഏതൊക്കെ? CV-യുടെ നോവലുകളുടെ പൊതുവായ സവിശേഷത എന്ത്? CV-യുടെ ധർമ്മരാജ എന്ന നോവലിൻ്റെ പ്രത്യേകത എന്താണ്? CV-യുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ ഏതാണ്? സാഹിത്യ മേന്മ നേടിയ നോവൽ ഏതാണ്? ഇങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തകഴി, ദേവ്, ബഷീർ തുടങ്ങിയവരുടെ രചനകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. തകഴി, ദേവ്, ബഷീർ തുടങ്ങി ഒട്ടനവധി സാഹിത്യകാരന്മാരിലേക്ക് നോവലിൻ്റെ രണ്ടാം ഘട്ടം പ്രവേശിക്കുന്നു. മൂന്നാം ഘട്ടം ഭാവുകത്വ വ്യതിയാനം. രാജലക്ഷ്മി, MT, മാധവിക്കുട്ടി, K സുരേന്ദ്രൻ, നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, C രാധാകൃഷ്ണൻ, NP മുഹമ്മദ് തുടങ്ങിയവരുടെ കൃതികളുമായി പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം MTയുടെ നോവലുകളും വിമല ടീച്ചറുടെ കഥ പറയുന്ന MTയുടെ നോവൽ ഏതാണ്? എന്തൊക്കെയാണ് MTയുടെ മഞ്ഞ് എന്ന നോവലിൻ്റെ പ്രത്യേകത? MT ബോധധാര സങ്കേതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നോവൽ ഏതാണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആധുനിക ഘട്ടം അസ്തിത്വാന്വേഷികൾ OV വിജയൻ, ആനന്ദ്, M മുകുന്ദൻ തുടങ്ങിയവർ. ഉത്തരാധുനിക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഗോളവൽക്കരണം, പരിസ്ഥിതിവാദം, ദളിത്വാദം, സ്ത്രീവാദം, സൈബർ കേന്ദ്രീകൃതമായ നോവലുകൾ. ഇത്രയും നമ്മൾ നോവലുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഇതൊക്കെ വളരെ കൃത്യമായി നോവൽ സാഹിത്യം എന്നുള്ള MP പോളിൻ്റെയും മറ്റു സാഹിത്യകൃതികളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശദമായ ഒരു ക്ലാസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് ലഭിക്കുക. ഇനി ചെറുകഥയുമായി ബന്ധപ്പെട്ട് വരുന്നത് ആദ്യകാല കഥകളാണ്. മലയാളത്തിലെ ആദ്യ കഥ
ഏതാണ്? അല്ലേ, വാസനാവികൃതി ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക ഏതാണ്? വാസന. അല്ലേ, 1891 വിദ്യാവിനോദിനി മാസികയിലാണ് അത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥകൾ, അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങി ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, ഇവരുടെയൊക്കെ കഥകൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. നവോത്ഥാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തകഴി, ദേവ്, കാരൂർ തുടങ്ങിയവരിലൂടെ കഥകൾ നീളുമ്പോൾ കാൽപ്പനിക ഘട്ടം ടി പത്മനാഭൻ തുടങ്ങിയവരാണ്. ആധുനിക ഘട്ടം ദർശനത്തിനും ഭാഷയിലും വരുന്ന മാറ്റം എന്തെല്ലാമാണ്? ആധുനികോത്തരം മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം, പരിസ്ഥിതി, സ്ത്രീ, ദളിത്, ജീവിത ചിത്രീകരണം, ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും. ഇത്രയും നമ്മൾ കഥയുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കഥകളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവാം. ഓരോ മേഖലകളിൽ നിന്നും 8 മൊഡ്യൂളുകളിലായിട്ട് പോകുന്ന ഭാഗങ്ങളിൽ 4 മുതൽ 8 മാർക്ക് വരെ നമുക്ക് ഓരോ മേഖലകളിലും നിന്ന് ചോദ്യങ്ങളുണ്ടാവാം. ഇനി മൂന്നാമത്തതാണ് ഗദ്യസാഹിത്യം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. അല്ലേ, മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എന്താണ്? അല്ലേ, ഇപ്പോൾ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയുടെ പ്രത്യേകത എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്രം ഏതാണ്? ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്നുള്ള ജീവചരിത്രം എഴുതിയത് ആരാണ്? ഇങ്ങനെ ഒരുപാട് സഞ്ചാര സാഹിത്യത്തിൽ നിന്ന് ഗദ്യത്തിൻ്റെ വളർച്ച ഭിന്നതലങ്ങളാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയരായവരുടെ ആത്മകഥകളാണ് നമ്മൾ നോക്കേണ്ടത്. തർജ്ജമകൾ, കേരളീയരുടെ ആത്മകഥകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ, വളരെ പ്രധാനപ്പെട്ട ആത്മകഥകളും അവയുടെ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആത്മകഥ എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വളരെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്യും. ജീവചരിത്രത്തിൽ ലക്ഷണം, വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം, അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം എന്നിവയും വളരെ പ്രാധാന്യമർഹിക്കുന്നു. സഞ്ചാര സാഹിത്യം, ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും, സഞ്ചാര സാഹിത്യത്തിൻ്റെ ലക്ഷണം, പ്രധാന കൃതികൾ. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യം പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകമാണ് എന്നൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധേയങ്ങളായ സഞ്ചാര സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ്? SK പൊറ്റക്കാട് എഴുതിയ സഞ്ചാര സാഹിത്യ കൃതികളുടെ പ്രത്യേകത എന്താണ്? ഓരോ സഞ്ചാര സാഹിത്യ കൃതികൾക്കും ഭാഷയിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നൊക്കെ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക്, വിജ്ഞാനം നൽകുന്ന മേഖലകളിലേക്ക് നമ്മൾ നിഘണ്ടുക്കൾ നമ്മൾ നോക്കേണ്ടി വരും. വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആവിഷ്കാരം, വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി എന്നീ രംഗങ്ങളിലും മുതൽ വിവരസാങ്കേതിക തലം വരെയുള്ള വൈജ്ഞാനിക സാഹിത്യ കൃതികളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ടത്. അത് തച്ചുശാസ്ത്രമാവാം, ഗണിതമാവാം, ജ്യോതിഷമാവാം. ഇവിടെ നിന്നെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്ന മേഖല തന്നെയാണ്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് നമ്മൾ എത്തുന്നത് നിരൂപണമാണ്. മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും. മലയാള വിമർശനത്തിൻ്റെ പ്രാരംഭഘട്ടം, പത്രമാസികകളുടെ പങ്ക്, വളർച്ച, കേസരി, വിമർശകത്രയം. അല്ലേ, വിമർശകത്രയത്തിൽപ്പെടുന്ന കവികൾ ആരെല്ലാമാണ്? അതുപോലെ തന്നെ വിമർശനത്തിലെ ധാരകൾ, മാർക്സിസ്റ്റ്, മനഃശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, സർഗാത്മക ചിന്താ പദ്ധതികൾ. ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആധുനിക ഉത്തരാധുനിക വിമർശനം, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, TS എലിയട്ട് എന്നിവരുടെ ചിന്തകൾ, അക്സിയ, സൗന്ദര്യ ദർശനം, അസ്തിത്വ ദർശനം, ആധുനിക ഉത്തരാധുനിക ചിന്തകൾ, ദളിത്, പരിസ്ഥിതി, സ്ത്രീവാദ ചിന്തകൾ. ഇത്രയും കൂടാതെ പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ, കവി, ആരാണ് കവി, കവിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്താണ് കാവ്യം, ഒരു സഹൃദയൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ നിർവചനങ്ങൾ, രസം, ധ്വനി, അലങ്കാരം, വൃത്തം,
തിണ എന്നീ കാവ്യ സിദ്ധാന്തങ്ങൾ, അലങ്കാരങ്ങളും വൃത്തങ്ങളും ഒക്കെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വളരെ ലളിതമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. കൃത്യമായിട്ട് നമ്മൾ ഈ സിലബസുകളിലൂടെ ആയിരിക്കും പോകുന്നത്. ഇനി അടുത്തത് ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം. ഭാഷയെക്കുറിച്ചുള്ള നിർവചനം, സ്വനിമം, രൂപിമം, വാക്യം, അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ, മലയാള ഭാഷയുടെ ഉൽപ്പത്തി, ഭിന്നവാദങ്ങൾ, മലയാള ഭാഷയുടെ വളർച്ച, ഭിന്നഘട്ടങ്ങൾ, അക്ഷരമാല, ശബ്ദവിഭാഗം, നാമവിഭാഗം, കൃതിവിഭാഗം, ഭേദകം, വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള പഠനം. അപ്പോൾ നമ്മൾ കേരള പാണിനീയം മുഴുവനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ സന്ധി, സമാസം, വിഭക്തി, കാരകം, തദ്ധിതം, ഭേദകം, ദ്യോതകം, ലിംഗം, കാലം, വചനം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ നിന്ന് കേരള പാണിനീയത്തിൽ പറയുന്ന ഓരോ, അതുപോലെ തന്നെ ലീലാതിലകത്തിലെ ഓരോ സൂത്രങ്ങളും, ലീലാതിലകത്തിലെ ഓരോ സൂത്രങ്ങളും അതുപോലെ കേരള പാണിനീയത്തിലെ ഓരോ കാരികകളും നമ്മൾ അറിയേണ്ടതുണ്ട്. അടുത്തത് മാധ്യമ പഠനമാണ്. അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെയാണ്. അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് എന്താണ്? പത്രമാസികകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേർണലിസവും, ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഭാഷയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇത്രയും മാധ്യമ പഠനത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് തരും. ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം 5ഓളം മാർക്കിന് മാധ്യമ പഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ദൃശ്യകല, ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ. ആട്ടക്കഥ വളർച്ചയും വികാസവും, ആട്ടപ്രകാരവും ക്രമദീപികയും, വള്ളത്തോളും കേരള കലാമണ്ഡലവും പ്രധാന ആട്ടക്കഥകൾ. തുള്ളൽ, ഉത്ഭവം, വളർച്ച, വിവിധതരം തുള്ളലുകൾ, നമ്പ്യാരുടെ കൃതികൾ. കുഞ്ചൻ നമ്പ്യാരുടേത് കൂടാതെ തന്നെ വിവിധ തുള്ളൽ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. നാടകം, മലയാളത്തിലെ ആദ്യ നാടകം ഏതാണ്? ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ഇപ്പോൾ കഴിഞ്ഞ HSA നമുക്ക് ചോദിച്ചു മലയാളത്തിലെ ആദ്യ പ്രശ്ന നാടകമായ കന്യകയുടെ കർത്താവ് ആര് എന്നായിരുന്നു ചോദ്യം വന്നിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പ്രശ്ന നാടകമാണ് കന്യക. ഇതിൻ്റെ കർത്താവ് N കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. തർജ്ജമകൾ, സംഗീത നാടകം അല്ലേ, ആദ്യത്തെ സംഗീത നാടകം ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് HSA പോലെയുള്ള പരീക്ഷകളിൽ നമ്മൾ ധാരാളം കണ്ടുവരുന്നു. സാമൂഹിക നാടകം, രാഷ്ട്രീയ നാടകം, നാടകത്തിലെ നവീന സങ്കല്പങ്ങൾ, ഇബ്സനിസം, അബ്സേർഡ് നാടകം, ഇംപ്രഷനിസ്റ്റ് നാടകം, തനതു നാടകം. മലയാളത്തിലെ ആദ്യത്തെ ഇംപ്രഷനിസ്റ്റ് നാടകം ഏതാണെന്ന് ചോദിച്ചാൽ സമത്വവാദിയാണ്. പുളിമാന പരമേശ്വരൻ പിള്ളയുടെ സമത്വവാദിയാണ് മലയാളത്തിലെ ആദ്യത്തെ ഇംപ്രഷനിസ്റ്റ് നാടകം. പിന്നെ തനതു നാടകം, മലയാളത്തിലെ ആദ്യത്തെ തനതു നാടകമാണ് CN ശ്രീകണ്ഠൻ നായരുടെ കലി എന്ന് പറയുന്നത്. CN ശ്രീകണ്ഠൻ നായർ എഴുതിയ നാടകത്രയം ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ നാടകത്രയങ്ങളുടെ വർഷങ്ങൾ എന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി തുടങ്ങിയവയാണ് നാടകത്രയങ്ങൾ. ഇതിൻ്റെ ക്രമം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ നാടകത്തിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. മലയാള സിനിമ, വളർച്ചയും വികാസവും, സിനിമയും സാഹിത്യവും. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മത്സര പരീക്ഷയ്ക്ക് നമ്മൾ ധാരാളം കണ്ടുവരുന്നു. ഇനി 8ാമത്തെ മൊഡ്യൂളാണ് നമുക്ക് പറയാനുള്ളത്. സംസ്കാര പഠനമാണ്. കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും. സംസ്കാര പഠനം, കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും. സംസ്കാര പഠനത്തിന് സഹായമാകുന്ന ഉപാധികൾ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ശാസനങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും അല്ലേ. വാഴപ്പള്ളി ശാസനമുണ്ട്, സ്ഥാണുരവി ശാസനമുണ്ട്, തരിസാപ്പള്ളി ചെപ്പേടുണ്ട്. ഇങ്ങനെ ഒരുപാട് ശാസനങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. ആര്യാഗമവും സാംസ്കാരിക സമന്വയവും, മലയാള ഭാഷയുടെ വികാസ പരിണാമം,
സാംസ്കാരിക മേഖലകളിലുള്ള കേരളത്തിൻ്റെ മുന്നേറ്റം, പാശ്ചാത്യ അധിനിവേശം, ഫലങ്ങൾ, നവോത്ഥാനം, ജനകീയ മുന്നേറ്റങ്ങൾ, ഐത്തോച്ചാടനം, ഐക്യ കേരളം, ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ വരെ അല്ലേ. ഇവിടെ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം തുടങ്ങിയുള്ള സത്യാഗ്രഹങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. സംഗീത നാടക അക്കാദമി ഒക്കെ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഫോക്ക്ലോർ സംജ്ഞയും സവിശേഷതയും, ഫോക്ക്ലോറിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഫോക്ക്ലോറിൻ്റെ ജനുസുകൾ ഏതൊക്കെയാണ്, സംസ്കാര പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിൻ്റെ പങ്കെന്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് HSA മലയാളത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20 മാർക്കിന് നമുക്ക് ജനറൽ വിഭാഗത്തിൽ പാർട്ട് എയും 80 മാർക്കിന് നമ്മുടെ മലയാളവും ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആയിരിക്കും വരിക. നമ്മളൊക്കെ വിചാരിക്കും വിജ്ഞാപനം വന്നിട്ട് പഠിച്ചാൽ പോരാ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിന് ഒരുപടി മുന്നേ ഒരുങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. എയ്സിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധിക്കും. ഏറ്റവും നല്ല എയ്സിൻ്റെ ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് കേരളക്കരയിൽ തന്നെ HSAക്ക് എയ്സ് എല്ലാ അധ്യാപക പരീക്ഷകളിലും എയ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ റാങ്കിൽ എത്തിച്ചേരാനും ഏറ്റവും ആദ്യത്തിൽ ജോലി നേടാനും എയ്സ് എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എയ്സിൽ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. HSA മലയാളവുമായി ബന്ധപ്പെട്ടും മാത്രമല്ല HSA സോഷ്യൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, HSA നാച്ചുറൽ സയൻസ്, HSA മാത്തമാറ്റിക്സ്, HSA ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എയ്സിൽ ലഭ്യമാണ്. ഇത് ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. കേരളക്കരയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ഓരോ വിഭാഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കണ്ടെത്തി അതിൻ്റെ സിലബസുകൾ വളരെ കൃത്യമായ രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ സ്റ്റഡി മെറ്റീരിയലുകൾ ഉണ്ടാവാം, എക്സാമുകൾ ഉണ്ടാവാം. OMR എക്സാമുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. നല്ല രീതിയിൽ മുന്നേറാൻ എന്നും എയ്സിനോടൊപ്പം അണിചേരും. എയ്സ് ഏറ്റവും നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലേക്ക് എത്താൻ ഇപ്പോൾ നമുക്ക് വീണ്ടും കാണാം. HSA മലയാളത്തിൻ്റെ ക്ലാസ്സിൽ ഞാനുണ്ടാവും. ഞാൻ HSA മലയാള വിഭാഗം ഫാക്കൽറ്റിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുന്നേറാം. ഓരോ മേഖലകളും വളരെ കൃത്യമായ രീതിയിൽ, വളരെ ആധികാരികമായ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ HSA മലയാളത്തിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകളുണ്ട്. നിരവധി റിസൾട്ടുകളാണ് മുൻ വർഷങ്ങളിലായി HSA പരീക്ഷകളിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റാങ്കിലെത്താനും ആദ്യ നിയമനത്തിൽ പങ്കാളികളാവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.